നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ പ്രതിപക്ഷത്തിന് നട്ടെല്ല് വെച്ചു. നിയമസഭയിൽ ഇന്നുയർന്ന ബാനർ പിണറായി വിജയന്റെ നെഞ്ചത്ത് തന്നെ അവർ കുത്തി. PVN കമ്പനി കേരളത്തെ കൊള്ളയടിച്ചുവെന്നാണ് സതീശനും കൂട്ടരും ഇന്ന് മുദ്രാവാക്യമുയർത്തിയത്. അവർ ഉയർത്തിപ്പിടിച്ച ബാനറിൽ വ്യക്തമായി എഴുതി, PVN കമ്പനി കേരളത്തെ കൊള്ളയടിച്ചു. വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ കത്തിക്കയറി. ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും നേർക്കുയർന്നിരിക്കുന്നത് എന്ന് സതീശൻ പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇനി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. അഴിമതിക്കാരനാണ്, കേരളത്തെ കൊള്ളയടിച്ച PVN കമ്പനിയുടെ ഉടമസ്ഥനാണ്. പിണറായി വിജയനും കുടുംബവും ചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. തങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇന്ന് നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരാൾ പോലും സംസാരിക്കുന്നില്ല എന്ന് സതീശൻ മാത്രമല്ല, പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു. നിയമസഭയെ നേരിടാൻ പോലും ഭയപ്പെടുന്ന പിണറായി വിജയൻ പ്രതിപക്ഷമല്ല ഭരണപക്ഷമാണ് സഭാ നടപടികളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് സതീശൻ തുറന്നടിച്ചു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അടിച്ചമർത്തുന്നു. മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തി പ്രഭാഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇത് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി തേടിയിരുന്നു. എന്നാൽ ഈ പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് സഭ വിട്ടിറങ്ങി. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങളുടെ പേരിൽ കൈക്കലാക്കി പോക്കറ്റിലിട്ടത് കോടികൾ. ഇക്കാര്യം ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും ROCയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളെ തുടർന്നാണ് പുറത്തെത്തിയത്. ഒടുവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോൾ ഈ വിഷയം. അതുകൊണ്ട് തന്നെ വീണ വിജയന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. വീണ വിജയൻ നിലംപൊത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്ഥാനം ചലിക്കുമെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മുമ്പൊരിക്കൽ ഇതേ നിയമസഭയിൽ വെച്ച് വീണ വിജയനെതിരെ ചില ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ ഉയർത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രി രോക്ഷാകുലനായി പ്രതികരിച്ചിരുന്നു. വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് എന്തും പറയരുത് എന്നായിരുന്നു അന്ന് മാത്യു കുഴൽനാടന് നേർക്ക് മുഖ്യമന്ത്രി കയർത്ത് സംസാരിച്ചത്. പിന്നീട് കുഴൽനാടനെ നിരന്തരം ഈ സർക്കാർ വേട്ടയാടി. നിയമസഭയിൽ കുഴൽനാടനെ പിണറായി വിജയൻ മാത്രമല്ല ഭരണപക്ഷം ഒന്നടങ്കം വേട്ടയാടി. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരിയുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനിയുടെ 2013-14 മുതൽ 2019-20 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ സംബന്ധിച്ച് ഇൻകം ടാക്സ് നടത്തിയ പരിശോധനകളിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തെത്തിയത്. തുടർന്ന് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിപ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനും നൽകാത്ത സേവനത്തിൻ്റെ പേരിൽ CMRL കമ്പനി ഈ കാലഘട്ടത്തിൽ 1.72 കോടി രൂപ നൽകി എന്ന് കണ്ടെത്തി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണവും പുറത്തു കൊണ്ടുവന്നത് ഗുരുതരമായ തെളിവുകൾ. തെറ്റായ വിവരങ്ങളും രേഖകളും നൽകി കബളിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വീണ വിജയൻ നേരിടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കമ്പനി നിയമം 2013 447, 448, 449 വകുപ്പുകൾ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം എന്നുവരെ റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും ഒടുവിൽ എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവും ആരംഭിച്ചു. 8 മാസങ്ങൾക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് SFIO ഓഫീസ് പറയുന്നത്. എന്നാൽ അതിനു മുൻപേ അന്വേഷണം നടത്തി തെളിവുകൾ പുറത്തുവിട്ടാൽ മുഖ്യമന്ത്രിക്ക് ആ കസേരയിലിരിക്കാൻ കഴിയില്ല. ഏത് സേവനത്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പണം കൈപ്പറ്റിയത് എന്ന് തുടർച്ചയായി പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി നിൽക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഭരണപക്ഷം നിസ്സഹായാവസ്ഥയോടെ പിണറായിക്ക് ചുറ്റും സംരക്ഷണ കവചമൊരുക്കാൻ പാടുപെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ കൊള്ളയടിച്ച് PVN കമ്പനി എന്ന പ്ലക്കാർഡുകളും ബോർഡുകളും ഉയരുമ്പോൾ അതിന് ജനപിന്തുണയേറുന്നു. ഇവിടെ ഭരണപക്ഷം ഒറ്റപ്പെടുന്ന കാഴ്ചയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് പിണറായി വിജയൻ. മുൻപൊരിക്കൽ സ്വന്തം പാർട്ടിയെ അടിച്ചമർത്തി ഏകാധിപത്യ രൂപത്തിലൂടെ വളർത്തിയെടുത്ത പിണറായി വിജയൻ എന്ന കൾട്ട് തന്നെ ഇപ്പോൾ വീണുടയുന്ന കാഴ്ച.
മകൾ വീണ വിജയന് 1.72 കോടി രൂപയുടെ ഇടപാടുകൾ മാത്രമല്ല നിരവധി കോടികളുടെ ഇടപാടുകളുണ്ട് എന്ന് മാത്യു കുഴൽനാടൻ നേരത്തെ ആരോപിച്ചിരുന്നു. തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾക്കെതിരായ കണ്ടെത്തലുകൾ ആരോപണങ്ങൾ മാത്രമാണെന്നും മുൻപൊരിക്കൽ നിയമസഭയിൽ പറഞ്ഞ അതേ പിണറായി വിജയന് ഇന്ന് വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നു. സഭയെ അഭിസംബോധന ചെയ്യാനോ സഭയ്ക്ക് മുന്നിൽ നിൽക്കുവാനോ പാടുപെടുന്ന മുഖ്യമന്ത്രി, അടിയന്തര പ്രമേയത്തെ ഭയക്കുന്ന സ്പീക്കറും ഭരണപക്ഷവും, കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ നിരത്തി ഈ കേസിൽ നിന്ന് തടിയൂരാൻ ഇനി പിണറായി വിജയനും വീണ വിജയനും കഴിയില്ല. പുറത്തുവരുന്നത് കേരളം നടുക്കുന്ന വിവരങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന പിണറായി വിജയൻ കൂടുതൽ ദുർബലനാകും എന്ന് വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ പ്രതിപക്ഷം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച. PVN കമ്പനിക്ക് ഇനിയും കേരളത്തെ കൊള്ളയടിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനൊപ്പം ജനങ്ങളുടെ നിലയ്ക്കാത്ത കയ്യടിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.